فيعطيك ربك فترضى നബിയേ അങ്ങേക്ക് ഇത് അനുഗ്രഹങ്ങൾ ഞാൻ നൽകാൻ പോവുകയാണ്. അതിന്റെ പരിധി എത്രയാണ്? അങ്ങ് എപ്പോഴാണോ പൊരുത്തപ്പെടുന്നത്, അങ്ങേക്ക് എപ്പോഴാണോ തൃപ്തിയാകുന്നത്, അതുവരെ എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ അങ്ങേക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ, പടച്ചവനെ എന്റെ തൃപ്തിയുടെ അളവുകോൽ എന്റെ ഉമ്മത്തിലെ അവസാനത്തെ മനുഷ്യനെയും സ്വർഗത്തിലേക്ക് കടത്തലാണെന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. अपने प्यारे नवासों का सदका या नबी मेरे झोली में डालो. പാതിരാത്രി സമയങ്ങളിൽ പരിശുദ്ധമായ മദീനത്തെ തെരുവിലൂടെ ഒരാൾ കടന്നുപോയാൽ ആ വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തൊട്ടു ചാരക്കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ കൊച്ചു കുടിലിൽ നിന്ന് ഒരു രോദനം കേൾക്കാം, ഒരു തേങ്ങൽ കേൾക്കാം. ആ തേങ്ങൽ ഉമ്മത്തിനെ ഓർത്തുള്ള കരച്ചിലാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുത്താൽ നിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ റബ്ബേ. ഹാൽ ദിൽ കിസ്കോ സുനാ ദേ ആപ്കേ ഹോതേ ഹുവേ, ഹാൽ ദിൽ കിസ്കോ സുനാ ദേ आपके होते हुए, क्यों किसी के दर पे जाए, आपके होते हुए. അങ്ങ് മദീനയിലുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റേതു അഭയം തേടി പോകണം യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ അവസാനത്തെ അഭയവും അങ്ങല്ലയോ യാ റസൂലല്ലാഹ്. അപ്ന ജീനാ അപ്ന മരനാ അബ് ഇസി